പിന്നെ UK മാർഗരറ്റ് താച്ചർ, നമ്മൾ അഭിമാനിക്കാമെന്നാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി, ഉരുക്കു വരുന്നതെന്നാണ് പറഞ്ഞിട്ട്. ഇങ്ങനെ പലരും നേട്ടങ്ങളുടെ ഔന്നതിയിൽ എത്തിയപ്പോൾ മറ്റു പല ഫീൽഡിലും അവരെ ഒന്ന് അനുമോദിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വേറെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കറിയാം, 365 ദിവസം നമ്മൾക്കൊരു വർഷത്തിലുണ്ടെങ്കിലും പകുതി ദിവസവും ചില പ്രത്യേക ഡേയ്സ് ആയിട്ട് ആചരിക്കുക, അല്ലേ, ഒബ്സർവ് ചെയ്യുക. ഫാദേഴ്സ് ഡേ, അതെന്തുകൊണ്ടാണ് ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ ഒക്കെ ഒബ്സർവ് ചെയ്തത്? അവർക്ക് വേണ്ട അംഗീകാരവും റെസ്പെക്റ്റും കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വശം. വെളിയിലാണെന്ന് മക്കളെല്ലാവരും ഫാദേഴ്സ് ഡേയുടെ അന്ന്, മദേഴ്സ് ഡേയുടെ അന്ന് ഫോൺ കോൾ വരും, അഭിനന്ദനങ്ങൾ അറിയിക്കും, സ്നേഹം അറിയിക്കും, ഫ്ലവേഴ്സ് കൊടുത്തയക്കും. അതുപോലെ തന്നെ എൽഡർലി പീപ്പിൾ ഡേ, നമ്മുടെ പ്രായമായവരെ മക്കൾ ഓർക്കുന്ന ഒരു ദിവസമാണ്. ഇവരിരുന്നായിരിക്കാം. അപ്പം ഇതൊക്കെ ഒരു റിമൈൻഡറാണ്. നമ്മൾ അവരെ അവഗണിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം തുറന്ന് കാട്ടുക കൂടി ചെയ്യുകയാണ്. അഭിനന്ദനവും അനുമോദനവും സ്നേഹവും എല്ലാം പകരുന്നുണ്ട്. പക്ഷെ ഒരു സൈഡ് ഇങ്ങനെയുള്ള ഡേ ഏതെടുത്താലും, എൻവയോൺമെന്റൽ ഡേ, എന്തുകൊണ്ടാണ് പ്രകൃതിയെ നമ്മൾ പരിസ്ഥിതി ഒട്ടും കെയർ ചെയ്യുന്നില്ല, അല്ലേ, നശിപ്പിക്കുക. അതിനെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കാനാണ് ആ ദിവസം. ഹാർട്ട് ഡേ, നമ്മുടെ ഹൃദയത്തിന് വേണ്ട പരിചരണം കൊടുക്കുന്നില്ല, അതൊന്നും മനുഷ്യരെ ഒന്ന് ഓർമ്മപ്പെടുത്തുക. അങ്ങനെ ഒരുപാട് ദിവസങ്ങളുണ്ട്. ഇതെല്ലാം അതിന് രണ്ട് സൈഡാണുള്ളത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സുനിത വില്യംസ്, ഇങ്ങനെ ഒരുപാട് പേരെ നമ്മൾ അഭിനന്ദിക്കുന്നുണ്ട്. നഴ്സസിനെ, ഡോക്ടേഴ്സ് ഡേ അനുമോദിക്കുന്നുണ്ട്. ഇതെല്ലാം രണ്ട് വശമുണ്ട്. അതിന് ഒരു വശത്ത് അവരെ ഓർത്ത് അഭിനന്ദിക്കുന്നു, മറുവശത്ത് അവരെ ഇങ്ങനെ നമ്മൾ അവഗണിക്കുന്നത് ശരിയാകില്ല. അതെല്ലാം നമ്മളൊന്ന് ചിന്തിച്ച് കുറച്ചുകൂടെ അവർക്ക് വേണ്ടി നമ്മൾ പോരാടണം. അങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലൂടെയാണ്. ഞാനിപ്പം ഇന്നത്തെ പത്രത്തിൽ ഒരു സംഗതി വായിക്കാനിടയായി. സ്ത്രീകൾക്കുള്ള ഒരു വലിയ യാതന ഖാനായിൽ, മനോരമ വായിച്ചവർക്കറിയാം, ഖാനായിൽ സ്ത്രീകളെ മന്ത്രവാദിനികളാണെന്ന് പറഞ്ഞ് അവരെ പിടിച്ചുകൊണ്ട് പോകും, കല്ലെറിയും, കൊല്ലാൻ തുടങ്ങും. മന്ത്രവാദിനികൾ ആണെന്നൊരു വില്ലേജ് അത്. ഇങ്ങനെ ഇവരെ പിടിച്ച് കെട്ടിക്കൊണ്ടുപോയി ഒരു ചെറിയ മണ്ണും കൊണ്ടുള്ള ഒരു ഒറ്റമുറി വീടിനകത്ത് തള്ളിക്കളഞ്ഞിരിക്കുക, മരിക്കാൻ വേണ്ടി തന്നെ. അങ്ങനെ 1000 സ്ത്രീകൾ അവിടെ ഇപ്പോൾ ഒരു വില്ലേജിലുണ്ട്. ഒരു മലയാളി അവരുടെ പേര് ഞാനിവിടെ എഴുതിക്കൊണ്ട് വന്നത് മിത്ര രാജേഷ്. അപ്പോൾ അവരവിടെ ഒരു സ്റ്റഡി നടത്തിച്ച് പറഞ്ഞ് മന്ത്രവാദിനികളാണെന്ന് പറഞ്ഞ് ഇവരെല്ലാം പിടിച്ചു കൊണ്ടുപോയി അവിടെ ഇട്ടിരിക്കുക വർഷങ്ങളായി. ഒരു കാരണം ഒരു പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്, അമ്മായിയമ്മ പറയുന്നു നീ വന്നതിന് ശേഷം അവർക്ക് അപ്പടി തലവേദനയാണ്, ഹെഡേക്ക്. അപ്പോൾ അത് ഇവൾ മന്ത്രവാദിനിയാണ്. വേറൊരു ഭർത്താവ് പറഞ്ഞിരിക്കുന്നു, ഇവൾ ആദ്യത്തെ ഭാര്യയാണ്, പുതിയ ഭാര്യ വന്നപ്പോൾ അവൾക്കെന്നും അസുഖമാണ്, നീ മന്ത്രവാദിനി. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മന്ത്രവാദിനികളെ കുറിച്ചുള്ള ഒരു സംസാരമുള്ള, അല്ലെങ്കിൽ അത് നടപ്പിലുള്ള ഒരു പ്രദേശമാണ്. ഇപ്പോൾ ഈ ഒരു അഭിമുഖത്തിന് ശേഷം ഈ 1000 പെൺകുട്ടികളെയും സ്ത്രീകളെയും റെസ്ക്യൂ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഇപ്പോഴും ചില രാജ്യത്തുള്ള അവസ്ഥ. പിന്നെ മറ്റൊന്ന്, നമുക്ക് മുന്നേറണം എന്ന് പറയാൻ വേറൊരു ഉദാഹരണം കൂടിയുണ്ട്. അതും ഇന്നത്തെ പേപ്പറിൽ കണ്ടാണ്. ടീനു വർഗീസ് എന്നാണ് ആ കുട്ടിയുടെ പേര്. പുള്ളിക്കാരി ഫാഷൻ ഡിസൈനിങ്ങിൽ വലിയ നേട്ടങ്ങൾ നേടിയ ഒരു വലിയ മോഡലാണ്. അവർ ഇപ്പോൾ ഗോവയിലാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഫീൽഡേ അവർ വിട്ടു. ഇപ്പോൾ പുള്ളിക്കാരി ചേറും ചെളിയും നിറഞ്ഞ ഗോവയിലെ ഒരു കൃഷിക്കാരിയാണ്. അവരുടെ അമ്മ കോട്ടയംകാരി, ബസ് സ്പീക്കറിൽ പഠിപ്പിച്ച ഒരു ടീച്ചറാണ്. അവർ ചെറുപ്പത്തിൽ അവരുടെ വീടിന് ചുറ്റും നല്ല പച്ചക്കറികളും ഒക്കെ ഉണ്ടാക്കി അത് കുക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു. ആ ഒരു ഓർമ്മയാണ് അവർക്കുണ്ടായിരുന്നത്. ഇന്ന് ഇവര് ഇറ്റിനും നല്ല ഒന്നാന്തരം ഒരു കൃഷിക്കാരി, നമ്മളുടെ കൃഷിയെക്കുറിച്ചുള്ള ഒരു ജേണലുണ്ടല്ലോ, അതിപ്പോഴും വരുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഒരു പ്രചോദനം. അപ്പം
ഭയങ്കര ഒരു എൻട്രപ്രന്യൂറാണ് പുള്ളിക്കാരി. ഈ 2 ഉദാഹരണം ഞാൻ ഇന്ന് വായിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഞാനിപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയിലായി കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ, ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം, നമ്മൾ ഇത്രയും നാളും വലിയ വലിയ നേട്ടങ്ങൾ കൈവരിച്ചവരെ മാത്രം അനുമോദിക്കുന്നു. അവരിൽ 1-2 നഴ്സസിലാണെങ്കിൽ എല്ലാവരെയും ഇല്ല, ഒരു അവാർഡ് കിട്ടിയ ഒരു നഴ്സ് ഉണ്ടെങ്കിൽ അവരെ അനുമോദിക്കും. ഡോക്ടേഴ്സ് ഡേക്ക് BC റോയ് അവാർഡ് എന്ന് പറഞ്ഞ് ഏറ്റവും നല്ല ഡോക്ടർക്ക് കൊടുക്കും, ബാക്കിയുള്ളവരെ ഇല്ല. അതുപോലെ ആശാ വർക്കേഴ്സ്, നമുക്കറിയാം പത്രത്തിലൊക്കെ പ്രമാദമായ വിഷയമായിരുന്നു. എല്ലാ ആശാ വർക്കേഴ്സിനെ ഒന്നും അനുമോദിക്കുന്നില്ല. അവർ ചെയ്യുന്ന ജോലി വെച്ച് നോക്കുമ്പോൾ, അവരുടെ കഷ്ടപ്പാട് വെച്ച് നോക്കുമ്പോൾ അവരർഹിക്കുന്ന ഒരു അംഗീകാരം ഒരിക്കലും കൊടുത്തിട്ടില്ല. അതുപോലെ കുടുംബശ്രീ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഹരിത കർമ്മസേന, അവരുടെയൊക്കെ കാര്യങ്ങൾ എടുത്താൽ കുടുംബശ്രീ അതിൽപ്പെട്ടവർ ഈ എല്ലാ മുനിസിപ്പാലിറ്റിയുടെ സകല മുക്കിലും മൂലയിലും നടക്കുന്നുണ്ട് അവർ. അതുപോലെ തന്നെയാണ് ഹരിത കർമ്മസേന. വെയിലില്ല, മഴയില്ല, ഒന്നുമില്ല, ഒരിക്കലും അവർക്ക് നമ്മളൊരു അംഗീകാരം കൊടുത്തിട്ടില്ല. ഈ ഇന്റർനാഷണൽ വിമൻസ് ഡേക്ക് ഞാൻ കണ്ട ഒരു വ്യത്യാസം, ഈ മുനിസിപ്പാലിറ്റിയിൽ അവരെ എല്ലാവരെയും വിളിച്ച്, ഹരിതകർമ്മസേനയല്ല, ഈ കുടുംബശ്രീയിലുള്ളവരെ വിളിച്ച് അനുമോദിച്ച് ഷോളുമൊക്കെ ഇട്ട് ഓണർ ചെയ്തു. ആശാ വർക്കേഴ്സിനെ വിളിച്ചിട്ടില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഏറ്റവും താഴേക്കിടയിലുള്ളവരെ, ഈ ഹരിതകർമ്മസേനക്കാരെ ഒരു വീട്ടിൽ വരുമ്പോൾ ആദ്യമൊക്കെ ഞാൻ ഓർക്കും, ഇവരുടെ ഒരു ജോലിയായത്, പല വീടുകളിൽ പോകും. പിന്നെ ഞാൻ അവിടെ ഇവരെ പരിചയപ്പെട്ട ശേഷം മുനിസിപ്പാലിറ്റിയിൽ ഇവർക്കൊരു റൂമുണ്ട്, അവരെല്ലാവരും കൂടി രാവിലെ അവിടെ വന്നിരുന്നിട്ട് ജോലിക്കായിട്ട് പലയിടത്തേക്ക് പോവുക. അവരുടെ യൂണിഫോം, ഗ്ലൗസ് പോലും ഇല്ല. അങ്ങനെ ഇറങ്ങുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എത്ര കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണ്. വെയിലത്തെല്ലാം, പിന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ കൂടെ വരുമായിരിക്കും. ഗ്രാമത്തിലാകുമ്പോൾ ഒന്നുകൂടെ പ്രയാസമാണ്, പൊക്കവും ഇറക്കവും കയറ്റവും എല്ലാം ഉണ്ട്. ഇത് ചുമന്നുകൊണ്ട് നടക്കുക. ഒരിക്കൽ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഭക്ഷണം എങ്ങനെയാണ്? അത് കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വീടിൻ്റെ വരാന്തയിലോ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കും. ഇത്രയും വലിയ ജോലി, അവരൊരു ദിവസം വന്നില്ലെങ്കിൽ നമ്മുടെ വീടും പരിസരവും എങ്ങനെയായിരിക്കും? വിളി തുടങ്ങും, ഹരിതകർമ്മസേന വന്നില്ല, എല്ലാം മാറ്റം പിടിച്ചു എന്ന് പറയും. ഞാൻ പറഞ്ഞത്, അവരെയും നമ്മൾ അംഗീകരിക്കണം. ഞാൻ ചിലപ്പോൾ എനിക്ക് തന്നെ ഇപ്പം തോന്നിയിട്ടുണ്ട്, ഒരു ഗിൽറ്റ് തോന്നിയിട്ടുണ്ട്. കാരണം ടീച്ചേഴ്സ് ഡേ ഭയങ്കര സെലിബ്രേഷനാണ്, കുട്ടികളെല്ലാം നമ്മളെ റിട്ടയർ ചെയ്തവരെ എല്ലാം അനുമോദിക്കും. പക്ഷെ ആ സമയത്ത് അവിടെ അവരെക്കാൾ നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഈ സ്വീപ്പേഴ്സ്, ആയമാര്, അവരെ മറന്നേ പോയി. നമ്മൾ അവരെ കണ്ടെത്തി അവരെ അനുമോദിക്കണം. അതുപോലെ ഞാൻ ഒരു YWCAയിൽ കണ്ടതാണ്, ഫങ്ഷൻസ് ഒക്കെ നടത്തും, ഡിന്നറും എല്ലാം നടത്തും, എല്ലാവർക്കും അനുമോദനങ്ങൾ കൊടുക്കും ആ ദിവസത്തിൻ്റെ പ്രാധാന്യം വെച്ച്. പക്ഷേ ഇതെല്ലാം കഴിയുമ്പോൾ ആ ഹാള് ക്ലീൻ ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്. എത്ര ഫങ്ഷൻ അവർ മാസത്തിൽ 4 കാണും, അവർ മാത്രം അത് ക്ലീനിങ് നടത്തുന്നത്. പക്ഷേ ഞാൻ അറ്റൻഡ് ചെയ്തൊരു മീറ്റിങ്ങിൽ ഇതുപോലെ, എനിക്ക് തോന്നുന്ന കഴിഞ്ഞ വർഷത്തെ ഇന്റർനാഷണൽ വിമൻസ് ഡേക്കാണെന്ന് തോന്നുന്നു, അവരെയും പകൽ വീട്ടിൽ വന്ന്, പകൽ മാത്രം ആരുമില്ല, എന്നിട്ട് വീട്ടിൽ ആരുമില്ല നോക്കാനില്ലാത്തവരെ ഒരു പകൽ വീടായിട്ട് ആ YWCAയുടെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു കെട്ടിടത്തിലുണ്ട്. അവരെ എല്ലാ വെനസ്ഡേയും വിളിച്ച് ഭക്ഷണം കൊടുക്കും ഉച്ചയ്ക്ക്. ഈ ഒരു ദിവസം അവരെയും വിളിച്ച് പൊന്നാടയൊക്കെ ഇട്ട് ആദരിച്ചു. അവർക്ക് ഭയങ്കര അതിശയം. പൊന്നാടയൊക്കെ ദേഹത്തേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയും, ക്ലീനിങ് നടത്തുന്ന സ്ത്രീയും ഈ പകൽ വീട്ടിലെ പാവപ്പെട്ട സ്ത്രീകളും ഒക്കെ അവരുടെ ആ സന്തോഷം ഒന്ന് കാണാമായിരുന്നു. അപ്പം നമ്മളെപ്പോഴും ഏറ്റവും ഔന്നത്യത്തിൽ എത്തിയവരെ മാത്രം കണ്ടെത്തി അവരെ മാത്രം അനുമോദിക്കുക, മറ്റുള്ളവരെ നമ്മൾ അവഗണിക്കുക, ഇതൊക്കെ ഇന്നത്തെ ഒരു പ്രവണതയാണ്. തീർച്ചയായും ഈ യാത്രയിൽ സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ജോലിസ്ഥലത്തുണ്ട്. ഏറ്റവും പ്രശ്നം നമ്മുടെ കുട്ടികളെ, സ്ത്രീകൾ, ഇന്നത്തെ അമ്മമാർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കുട്ടികളാണ്. ഒരു കുട്ടിയും പറഞ്ഞാൽ അനുസരിക്കില്ല. ഞാനത് നേരിൽ എന്ത് കാണുന്നതാണ്. ഇപ്പം മേഴ്സി പറഞ്ഞു, മേഴ്സി കൊച്ചായിരിക്കുമ്പോൾ ലൈബ്രറിയിലൂടെ നടന്നു പോകുന്നത് അനുവദിക്കില്ലായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ആ ചെറിയ ഗ്രാമത്തിലെ വഴിയിൽ നോക്കിയാൽ ആൺപിള്ളേരുടെ ഒപ്പം എത്ര പേരാ സൈക്കിൾ ഉണ്ടെന്നറിയാവും. 10, 12, 13 അറിവില്ലാത്ത പ്രായത്തിലുള്ള കുട്ടികൾ സൈക്കിള്. ലൈബ്രറി ഉണ്ട്, അവിടെ എല്ലാവരും ഒന്നിച്ചായിരിക്കുന്നത്. അമ്മമാർക്ക് അതൊരു വിഷയമല്ല. ഇപ്പോൾ കാലം ഒരുപാട് മാറിപ്പോയി. പിന്നെ
ഇന്നൊരു വാട്സപ്പ് മെസ്സേജ് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സത്യം നമ്മെ സ്വതന്ത്രരാക്കുന്നു. ഇന്നും നമുക്ക് സ്വാതന്ത്ര്യമില്ല. ഈ സത്യം നമ്മെ സ്വതന്ത്രരാക്കുന്നു എന്ന് പറഞ്ഞാൽ അസത്യം ഉള്ളിടത്ത് അടിമത്വവും അന്ധവിശ്വാസത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞ ഖാനായിൽ. അപ്പം കുറേ പേര് സത്യം അറിയുന്നുണ്ട്, കുറേ പേര് അസത്യം മാത്രം അറിയുന്നവരുണ്ട്, മറ്റു കുറച്ച് പേര് അർത്ഥസത്യങ്ങൾ അറിയുന്നവരുണ്ട്. ഇന്ന് ഞാൻ വായിച്ച ഒരു മെസ്സേജ് എനിക്കത് കണ്ടപ്പോൾ വളരെ നല്ലതായിട്ട് തോന്നി. ഇങ്ങനെ 3 കൂട്ടരുണ്ട്. പക്ഷേ നമ്മൾ സ്വതന്ത്രരാണെങ്കിൽ ശരിക്കും റിയാലിറ്റി സത്യം, ആ സത്യം ആരാണ്? അത് ഈശ്വരൻ തന്നെയാണ്. ബേബിസാറ് പറഞ്ഞതുപോലെ പ്രാർത്ഥന. അമ്മയായിട്ട് റിലേറ്റ് ചെയ്യുവാണെങ്കിൽ അമ്മ തന്നെ ഒരു പ്രാർത്ഥനയാണ്. ഈയിടെ ഞങ്ങൾക്ക് പ്രസംഗം കേട്ടപ്പോൾ റോയി ഇവിടെ ഇല്ല, റോയി ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ. അമ്മ പ്രാർത്ഥനയാണ്. ഇനി അമ്മയുടെ നമ്മൾ വലിയ ഗമയൊക്കെ പറയും, അമ്മയാണെന്നാണ് ഏറ്റവും വലിയ അമ്മേസ് പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇനിയത്തെ കാലത്ത് AI റോബോട്ടിക്സ് ഒക്കെ വരുന്ന കാലത്ത് അച്ഛൻ ഇതുപോലെ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കൂല എന്ന് ആരെ കൊണ്ട് പറയാൻ പറ്റും? ഞാനൊരു പടം കണ്ടിട്ടുണ്ട്. ഒരു മെയിൽ, ഒരു പുരുഷൻ ഇങ്ങനെ ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു പിക്ചർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയും ചിലപ്പോൾ അതായിരിക്കും. ഹോർമോൺ ട്രീറ്റ്മെൻറ്റും എല്ലാം നടത്തി അമ്മമാരിപ്പം നമ്മൾ ഭയങ്കര അഭിമാനത്തോടെ പറയുന്നത് അത് ഷെയർ ചെയ്യേണ്ടി വരും. ഇപ്പം 3 ജെൻഡറാണ്, പണ്ടൊക്കെ 2 ഉള്ളായിരുന്നു. 3 ജെൻഡർ ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും റീപ്ലേസ് ചെയ്യാം എക്സെപ്റ്റ് ബ്രെയിൻ. അവിടെ കുഴപ്പമാകും. അപ്പം സയൻസ് അഡ്വാൻസ് ചെയ്യുന്നു, ഒരുപാട് മാറ്റങ്ങൾ വരും. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സമൂഹത്തിന്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു എൻകറേജ്മെൻറ്റ്, ഇൻസ്പിരേഷൻ, കറേജ്, സ്ട്രെങ്ത് ഇതൊക്കെ കൊടുക്കണം. അതിന് സത്യം നമ്മൾ അറിയണം, അതായത് ഈശ്വരൻ. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും നേരം ഒന്നും അറിയാൻ മേലാത്ത എന്നെ ബേബിസാറിൻ്റെ മുമ്പിലൊക്കെ നിന്ന് ഇത്രയും പറയുവാൻ അനുവാദം തന്ന ഷാമിയോടും എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു.